കണ്ടവർക്ക് അറിയാം, 3-4 സ്ഥലത്ത് മ്യൂട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഡയലോഗ്. പക്ഷെ നമുക്ക് മനസ്സിലാവും ഇതായിരിക്കും പറഞ്ഞത്. അപ്പൊ അത് കണ്ടിട്ട് കൃത്യമായിട്ട് ഇതായിരുന്നു എന്ന് ഞങ്ങൾ അറിയിക്കുന്നവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കും പ്രൊഡ്യൂസർ. ബ്രോ, ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അത് നാട്ടുകാരെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടാണല്ലോ കട്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ പ്രസ് മീറ്റ് വിളിച്ച് അത് വിളിച്ചു പറഞ്ഞു. എനിക്കൊരു കാര്യം അറിയാം. പണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ആർ.കെ. ലക്ഷ്മണന്റെ കാർട്ടൂണിസ്റ്റുകൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ടാവും അല്ലേ? ആർ.കെ. ലക്ഷ്മൺ, അതായത് ഇന്ത്യയുടെ പോവർട്ടിയും ദാരിദ്ര്യമൊക്കെ ഇത്രയും മനോഹരമായിട്ട് എടുത്തു കാണിച്ച ഒരു കാർട്ടൂണിസ്റ്റ് വേറെ ഇല്ല. അദ്ദേഹം ആർ.കെ. ലക്ഷ്മൺ എഴുതുന്ന എല്ലാ സാധനവും സർക്കാസമായിട്ടും ആ ഒരു തമാശ രൂപേണ എടുത്തിരുന്ന ഒരു നാടാണ് നമ്മുടെ. അന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹം വിമർശിച്ചിരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയായിരുന്നു. ഏറ്റവും കൂടുതൽ. അപ്പോൾ അദ്ദേഹം ഒരു സമയത്ത് അദ്ദേഹത്തെ വിമർശിക്കാതിരുന്നപ്പോൾ ജവഹർലാൽ നെഹ്റു നേരിട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇപ്പൊ എനിക്ക് എന്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്താ എന്നെ ഒന്നും കളിയാക്കുന്നില്ലേ, അല്ലെങ്കിൽ കാട്ടും വരക്കുന്നില്ലേ എന്ന് ചോദിച്ച ഒരു നാടാണ് നമ്മുടെ. ആ നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനെ പറ്റി സംസാരിക്കുന്നത്. താങ്ക് യു. പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ മുകളിലിരിക്കുന്ന മറ്റേ ചേട്ടന്മാരെ എല്ലാവരും ഇവരിലേക്ക് ഒന്ന് ക്യാമറ തിരിക്കണം. എന്നിട്ട് എത്ര പേര് കണ്ടു ഇതില്? കണ്ടിട്ടുണ്ട്. ജെനുവിനായിട്ട് നന്നായി ഓടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നിയവരൊന്ന് കൈവയ്ക്ക്. യെസ്, താങ്ക് യു. അപ്പോൾ ബാക്കിയുള്ളവര് കാണാത്തവർ തന്നെ കാണുക, ബാക്കിയുള്ളവര് കണ്ടവര് വളരെ സന്തോഷം, നന്ദി. ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം അപൂർവത്രന്മാര് ഒരു കോമഡി എന്റർടൈനർ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ചിരിയുടെ ഒപ്പം തന്നെ നന്നായി ചിന്തിക്കാനുള്ള ഒരു വിഷയം കൂടിയുള്ള സിനിമയാണ്. താങ്ക് യു. അല്ല, തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി എല്ലാവരും ഇത് കാണണം കേട്ടോ. കാരണം ആരതിയെ പോലെ പുതുതായിട്ട് സിനിമയിലേക്ക് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഉറപ്പായിട്ടും പ്രോത്സാഹിക്കപ്പെടേണ്ടവരാണ്. കാരണം അവരിങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരുന്നതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നത്. നമുക്കെല്ലാവർക്കും മാത്രമല്ല, നിങ്ങൾക്കടക്കം, അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ അന്യോന്യം നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും, അല്ല, ഞാൻ പ്രേക്ഷകരോടാണ് പറയണത്, നിങ്ങളോടല്ല. എല്ലാവരും തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഉറപ്പായിട്ടും നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കും. ഇതൊരു ഫുള്ളി പാക്ഡ് എന്റർടൈനർ ആണ്. ഈ പറഞ്ഞ വിഷയം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നമ്മൾ ഇങ്ങനെ തൊട്ടും തൊടാതെ പറയുന്ന കാര്യം പക്ക കോമഡി രീതിയിലാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ സാഹചര്യങ്ങൾ, ആ സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിരി വരും. തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. താങ്ക് യു.